വെറൈറ്റി കളക്ഷൻസ് അഫോർഡബിൾ റേറ്റ്, അതാണ് അമ്ന ഡിസൈൻസ്. നമ്മൾ നോർമലി പിക്ചറുകളിൽ മാത്രം കണ്ടുവരുന്ന ടൈപ്പ് കുറേ ഡ്രസ്സസ് ഉണ്ടാവും. ഇതൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്ന് നമ്മൾ വിചാരിക്കാറുണ്ടല്ലോ. ആ ഒരു ടൈപ്പ് ഡ്രസ്സസ്സാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസാണ്. കുർത്തീസൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിലാണ് കിട്ടുക. ഇത് തുർക്കിഷ് മോഡലാണ്, ഭയങ്കര ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിന് ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ ജംസ്യൂട്ടുകളാണ്. കോട്ട് വരുന്നുണ്ട്, കണ്ടില്ല നിങ്ങൾ. നോർമലി നമ്മൾ കാണുന്ന ജംസ്യൂട്ടിന് ഒരു സാധാ ഒരു ഫുൾ ഫ്ലെയർ പോലെ വരുന്നതായിരിക്കും, പക്ഷേ ഇതിന് കോട്ടൊക്കെ വരുന്നുണ്ട്. ജംസ്യൂട്ടിന് പുറമെ കോട്ട് സെറ്റുകളും ഇങ്ങനെ സ്ട്രഗ് വരുന്ന ടൈപ്പ് അവൈലബിൾ ആണ്. പിന്നെ ഈ തുർക്കിഷ് മോഡൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ 1-2 തവണ ഇങ്ങനെ എടുത്ത് പിടിക്കുമായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഡ്രസ്സ് കണ്ടില്ല, ഇതൊരു വെറൈറ്റി ആണ്. നമുക്കിതൊരു യു ഷേപ്പിലാണ് അടിയിൽ വരിക. അതുപോലെ തന്നെ ഇത് ഇന്നർ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ട് വരുന്ന ഗൗൺസാണ്. ഇതൊരു ഫ്രോക്കാണ് കേട്ടോ, ഷോർട്ട് ഫ്രോക്കാണ്. അതേപോലെ തന്നെ അവർ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാൻഡ് വർക്ക് വരുന്ന കോഡ് സെറ്റുകൾ അവൈലബിൾ ആണ്. ഇതൊക്കെ കണ്ടില്ലേ, ഹാൻഡ് വർക്കാണ് വരുന്നത് ഫുള്ളായിട്ട്. കോഡ് സെറ്റ് തന്നെ നല്ല വെറൈറ്റി ആയിട്ട് വരുന്ന മോഡൽസാണ്. ഇതൊന്നും ഞാൻ എവിടെ ഇതുവരെ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ഷർട്ടിൽ പ്രിൻറ്റ് വരുന്നത് കണ്ടിട്ടുണ്ടോ? ഇത് നല്ല അടിപൊളിയായിട്ട് വരുന്ന, ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിട്ട് വരുന്ന ഒരു ഐറ്റം. അതേപോലെ തന്നെ കുറച്ച് ലെങ്ത്തും ഉണ്ട്. അപ്പോൾ കൊറിയൻ പാൻറ്റിനൊക്കെ ഇത് ഭയങ്കര ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന കൊറിയൻ പാൻസിനൊക്കെ ഭയങ്കര മാച്ച് ആയിരിക്കും. ഇത് കോഡ് സെറ്റാണ് കേട്ടോ, പ്രിൻറ്റിൽ വരുന്ന കോഡ് സെറ്റ്. എനിക്ക് ഇങ്ങനത്തെ കോഡ് സെറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പ്രിൻറ്റിൽ വരുന്നത്. നല്ല അടിപൊളി കളക്ഷൻസാണ് സത്യം പറയാലോ. അതേപോലെ തന്നെ വേറെയും ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇനി കുർത്തീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും മെറ്റീരിയൽസ് ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഒരുപാട് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ ഉണ്ട്. അജ്രക്കിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ്. അജ്രക്കൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണല്ലോ. അജ്രക്കിൻ്റെ പലതരത്തിലുള്ള പ്രിൻറ്റിൽ പെട്ട ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നോർമലി നമുക്ക് പാർട്ടി വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ, ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള 3 പീസ് സെറ്റും 2 പീസ് സെറ്റും ആയിട്ടുള്ള കുറേ കുർത്തീസിൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ ഗൗണുകളുണ്ട്, പിന്നെ സ്ലിറ്റഡ് ടൈപ്പ് ഉണ്ട്. അങ്ങനെ വരുന്ന ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്ന, സിമ്പിളായിട്ട് വരുന്ന ഐറ്റമാണ്. അതുപോലെ തന്നെ റേറ്റും നല്ല അഫോർഡബിൾ റേറ്റാണ് വരുന്നത്. പിന്നെ ഒരുപാട് കുറച്ച് എലഗൻ്റായിട്ട് വരുന്ന, പാർട്ടി വെയർ ആയിട്ട് വരുന്ന ഒരുപാട് ഐറ്റംസ് അതും ഇവിടെ അവൈലബിൾ ആണ്. മെറ്റീരിയൽസിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, കുറച്ചൊന്നല്ല ഉള്ളത്, കുറേ കളക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പം ഈ ഷോപ്പ് ശരിക്കും വരുന്നത് എറണാകുളത്താണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു ഇനാഗുറേഷന് വേണ്ടിയിട്ട് പോയതായിരുന്നു ഷോപ്പിൻ്റെ. അപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. പിന്നെ ഇത് കുർത്തീസിൻ്റെ പാർട്ടി വെയർ ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞങ്ങളിവിടെ പോയത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഇനാഗുറേഷന് വേണ്ടിയിട്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് അന്നത്തെ ഒരു ഇനാഗുറേഷൻ കഴിഞ്ഞ് ഇവിടെ സ്റ്റിച്ചിങ് ഉണ്ട്. ഇവിടുന്ന് ഓൺലൈനായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഷോപ്പിൻ്റെ പേര് വരുന്നത് അമ്ന ഡിസൈൻസ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഏതാണെങ്കിലും ഇവർ സ്റ്റിച്ചും ചെയ്ത് തരും കേട്ടോ. അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ സ്റ്റിച്ചും ഡിസൈനും ചെയ്ത് തരുന്നതാണ്. അപ്പം ആരും മറക്കണ്ട, അമ്ന ഡിസൈൻസ് ആണ്. അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് ഒരു ഇനാഗ്രേഷനിൽ ഗസ്റ്റായിട്ട് പോയതാട്ടോ. നമ്മളെ കൂടെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു. ബിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു. പിന്നെ വിജയ് മച്ചാൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നന്നൂസ്, സഞ്ജു ടക്കി, ഇത്രയും പേര്. ആൽബം സിംഗറായിട്ടുള്ള സലീം കൊടത്തൂർ എന്ന് പറഞ്ഞിട്ടുള്ള ആളും അവരുടെ മകളും അതുപോലെ തന്നെ മകനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരാണ് ഇനാഗ്രേറ്റ് ചെയ്തത്. അതേപോലെ തന്നെ അവിടുത്തെ MLA അവരും ഉണ്ടായിരുന്നു കേട്ടോ ഇനാഗ്രേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവരെയൊക്കെ ആദ്യമായിട്ട് കണ്ടു, പരിചയപ്പെട്ടു. പിന്നെ ബിച്ചു അതുപോലെ തന്നെ സഞ്ജു ടക്കിനൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോസിലൂടെ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരിട്ട് എല്ലാവരെയും പരിചയപ്പെട്ട്. അപ്പം നല്ലൊരു ഇവൻ്റായിരുന്നു. എനിക്ക് അവിടെ നിന്ന് ഒരു മൊമെൻറ്റോ കിട്ടി. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു അവസരത്തിൽ എനിക്ക് പോകാൻ പറ്റിയതിന്. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഞാൻ അമ്ന ഡിസൈൻസിന് ഒരുപാട് താങ്ക്സ് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അമ്ന ഡിസൈൻസിൽ പോയി പർച്ചേസ് ചെയ്യുക. പറ്റാത്തവർ ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യുക. ബൈ.